എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഒരു ഗൗരവമുള്ള കാര്യമാണ്. അതായത് സാധാരണയായിട്ട് കുട്ടികളൊക്കെയുള്ള വീടുകളിൽ അവർ വളർത്തു നായ്ക്കളെയും വളർത്തു പൂച്ചകളെയും ഒക്കെ വളർത്താറുണ്ട്. അപ്പോൾ അവർ എപ്പോഴും അതുങ്ങളെ കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ ദേഹത്ത് വെച്ചുകൊണ്ട് നടന്നു പോവും. അവരൊക്കെ പൂച്ചയെ കെട്ടിപ്പിടിച്ചായിരിക്കും ചിലപ്പോൾ ഉറങ്ങുക. അങ്ങനെ ആ പൂച്ചയിൽ നിന്നും ഗുരുതരമായിട്ടുള്ള ഒരു രോഗം പിടിപെടാനായിട്ട് സാധ്യതയുണ്ടെന്ന് ക്യൂൻസ്ലാൻഡ് മെൻ്റൽ ഹെൽത്ത് റിസർച്ച് സെൻറ്റർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഓസ്ട്രേലിയയിലെ ഒരു പ്രശസ്ത സ്ഥാപനമാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് പൂച്ചയുടെ മലം, അതായത് പൂച്ചക്കാട്ടത്തിൽ കാണപ്പെടുന്ന ഒരു പാരസൈറ്റ്, പരാതം, അതിൻ്റെ പേര് ടോക്സോപ്ലാസ്മ ഗോണ്ടി എന്നാണ്. അപ്പോൾ അത് ടോക്സോപ്ലാസ്മോസിസ് എന്ന് പറയുന്ന രോഗമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് തലച്ചോറിനെ ബാധിക്കും. തലച്ചോറിനെ ബാധിച്ചാൽ സ്കീസോഫ്രീനിയ എന്ന് പറയുന്ന മനോരോഗം ഉണ്ടാക്കാനായിട്ട് ഇത് സാധ്യത കൂട്ടും എന്നാണ് ഗവേഷണ ഫലങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ അവർ മാത്രമല്ല, ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി USA, അതുപോലെ യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ, ഈ സ്ഥാപനങ്ങളെല്ലാം വളരെ പ്രശസ്തങ്ങളാണ്. അവർ നടത്തിയ പഠനങ്ങളിലും ഇത് ശരിവെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഭാവിയിൽ വരാതിരിക്കാൻ വേണ്ടി കുട്ടികൾ ഈ പൂച്ചകളെ അധികം ഓമനിക്കുന്നത് ഒഴിവാക്കണം. അല്ലെങ്കിൽ കുട്ടികളുള്ള വീട്ടിലും മറ്റും പൂച്ചയെ വളർത്തരുത്. പൂച്ചയൊക്കെ വെളിയിൽ കൂടെ നടക്കുമ്പോൾ ഷൂസ് ഇട്ടുകൊണ്ടൊന്നും അല്ലല്ലോ നടക്കുന്നത്, ചെരുപ്പുണ്ടോ കാലിൽ ഇല്ല. അപ്പോൾ അത് വേസ്റ്റായിട്ടുള്ള പല സ്ഥലങ്ങളിൽ ചവിട്ടി നടന്നിട്ട് ആ ബാക്ടീരിയയോ ഫംഗസോ അല്ലെ വൈറസോ അല്ലെ പാരസൈറ്റ്സോ ഇതെല്ലാം അതും പേറിക്കൊണ്ടാണ് അവറ്റകൾ നിങ്ങളുടെ കട്ടിലിൽ ചിലപ്പോൾ നിങ്ങളോടൊപ്പം കിടക്കാനായിട്ട് വരുന്നത്, അല്ലെങ്കിൽ കളിക്കുന്നത്. ഇങ്ങനെ കുട്ടികൾ മാത്രമല്ല, വലിയവരുടെ ദേഹത്തും എപ്പോഴും അത് ഉരുമി നടക്കാറുണ്ട്. അപ്പോൾ പൂച്ച സ്നേഹം കാണിക്കുന്നത് ദേഹത്ത് ഉരുമിയാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങളിലേക്ക്, ഈ രോഗങ്ങൾ പലതും നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ വളരെ ഹൈജീനിക്കാണെന്ന് ഉറപ്പ് വരുത്തണം. അതായത് പൂച്ചയെ ഒഴിവാക്കാൻ പറ്റാത്ത വീടുകളിൽ, അതായത് കുട്ടികൾ ഒട്ടും സമ്മതിക്കുന്നില്ലെങ്കിൽ വളരെ ഹൈജീനിക്കായിട്ട് ഒരു വെറ്റിനറി ഡോക്ടറുടെ അഭിപ്രായമൊക്കെ തേടി നല്ല രീതിയിൽ വേണം വളർത്താനായിട്ട്. അതുപോലെ പൂച്ചയുടെ സാമീപ്യം മൂലം റൗണ്ട് വേം, ഹുക്ക് വേം, അല്ലെങ്കിൽ സ്ക്രാച്ച് ഡിസീസ് ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം പഴയ കാലത്തെ കാരണവന്മാർ പറയുന്ന ഒരു ചൊല്ലുണ്ട്, പൂച്ചപ്പൂട അകത്ത് ചെന്നാൽ ഭ്രാന്തളകും എന്നാണ് അവർ പറയാറ്. അത് ചിലപ്പോൾ ഈ സ്കീസോഫ്രീനിയയെ ഉദ്ദേശിച്ചായിരിക്കും പണ്ടത്തെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. പുതിയ ഗവേഷണങ്ങൾ അത് ശരിവെക്കുന്നു എന്ന് മാത്രം. കുട്ടികൾ പോലും വളരെ ശ്വാസമുട്ടൽ അനുഭവിക്കുന്നവരും ആസ്മയുള്ളവരും ഒക്കെയുണ്ട്. അതെല്ലാം വഴിവെക്കാനായിട്ട് ഈ പൂച്ചയുടെ സാമീപ്യം വളരെയേറെ സഹായിക്കുന്നുണ്ട്. ചിലതരം വില കൂടിയ ആകർഷകമായ പൂച്ചകളെ വാങ്ങുമ്പോൾ അതിൻ്റെ ഇടയിൽ ഈ പാരസൈറ്റും ഈ ബാക്ടീരിയ, ഫംഗസ്, വൈറസ് ഇതെല്ലാം കുടികെട്ടിക്കിടക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട്. കാരണം നീളമുള്ള രോമമൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിനെയൊക്കെ അതുപോലെ ഹൈജീനിക്കായിട്ട് നോക്കാൻ തന്നെ വളരെയധികം പാടുപെടും. അങ്ങനെ ഈ വീഡിയോ വളരെ ഗൗരവമായിട്ട് എടുക്കുക. ഈ വീഡിയോ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്.